സുഹൃത്തുക്കളെ, അങ്ങനെ ആസിഫ് അലി പ്രതികരിച്ചിരിക്കുകയാണ്. രമേശ് നാരായണൻ വിവാദത്തിൽ ആസിഫ് അലിയുടെ ഗംഭീരമായ പ്രതികരണം വന്നിരിക്കുന്നു. പക്വതയോടെയുള്ള പ്രതികരണം. ആസിഫിനോട് വീണ്ടും മനുഷ്യർക്ക് ഇഷ്ടം തോന്നുന്ന തരത്തിലുള്ള പ്രതികരണം. ആ പ്രതികരണം ആസിഫ് നടത്തുന്നു. ഒപ്പം തന്നെ ആ, ഇതിൽ കുത്തിത്തിരിപ്പ് നടത്തുന്നവർ, വിദ്വേഷ പ്രചരണം നടത്തുന്നവർ, മതത്തെ അടിസ്ഥാനമാക്കി പ്രചരണം നടത്തുന്നവർ, ഇവർക്കെതിരെയും ഇവരോടും ആസിഫ് അത് നിർത്താൻ കൂടി ആവശ്യപ്പെടുകയാണ്. ഈ രണ്ട് വിഷയങ്ങൾ രണ്ടായി തന്നെ പരിഗണിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ആസിഫ് പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു. അതിൻ്റെ രണ്ടാം പകുതിയിൽ മറ്റു വിഷയങ്ങളിലേക്കും കടക്കാം എന്നാണ് കരുതുന്നത്. തീർച്ചയായും വിദ്വേഷ പ്രചരണം അവസാനിപ്പിക്കാൻ തന്നെയാണ് ആസിഫ് അലി ആദ്യം തന്നെ ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതായത് രമേശ് നാരായണൻ ആ ഒരു സാഹചര്യത്തിൽ തന്നോട് പ്രതികരിച്ചു എന്നാണ് തനിക്ക് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തെ വേദിയിലേക്ക് ആദ്യമേ ക്ഷണിച്ചിരുന്നില്ല. അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ പേര് തെറ്റി പറയുന്നു. അങ്ങനെ പലതരം മാനസിക സംഘർഷങ്ങളിലായിരുന്നു രമേശ് നാരായണൻ. അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ തനിക്ക് മനസ്സിലാകും. മാത്രവുമല്ല, ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഇതിൽ അപമാനിച്ചു എന്നൊരു തോന്നൽ പോലും തനിക്ക് വന്നില്ല. പിന്നീട് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ആകെ സോഷ്യൽ മീഡിയയിലും ടെലിവിഷൻ ചാനലുകളിലും ഒക്കെ പ്രചരിച്ചതോടുകൂടിയാണ് ഇങ്ങനൊരു സംഭവം ഇതിലുണ്ടായി എന്നുള്ള തോന്നൽ പോലും തനിക്ക് വന്നത് എന്ന് ആസിഫ് അലി പ്രതികരിച്ചു. മാത്രവുമല്ല, ഈ വിദ്വേഷ പ്രചാരണം, പ്രത്യേകിച്ച് മതം ഉൾപ്പെടുത്തി നടത്തുന്ന പ്രചാരണം അത് ശരിയല്ല. ദയവായി എത്രയും പെട്ടെന്ന് അത് അവസാനിപ്പിക്കണമെന്നും ആസിഫ് അലി പറയുന്നു. ഇന്നലെ തന്നെ ഈ വിഷയത്തിൽ ഇത് ഡെവലപ്പ് ചെയ്ത സമയത്ത് പല ചാനലുകളും തന്നെ വിളിച്ചിരുന്നു. പക്ഷേ തനിക്കിതിൽ എന്താണ് പറയേണ്ടത് എന്ന് യഥാർത്ഥത്തിൽ അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഇന്നിപ്പോൾ കൊച്ചിയിൽ നടന്ന പരിപാടിയിലേക്ക് എത്തുമ്പോൾ അവിടെ മാധ്യമങ്ങളുണ്ടാകും. സ്വാഭാവികമായും അവിടെ പ്രതികരിക്കാം എന്ന് കരുതിയാണ് ഒരു വാർത്താ സമ്മേളനത്തിലൂടെ തന്നെ ഇതിൽ സംസാരിക്കുന്നതെന്ന് ആസിഫ് അലി പറയുകയാണ്. രമേശ് നാരായണൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ പറയുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ സൈഡിൽ നിന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി എന്നാണ് ആസിഫ് അലിയുടെ പ്രതികരണം. അതാണ് അദ്ദേഹത്തിൻ്റെ പക്വത വ്യക്തമാക്കുന്നത്. ഒരു കാര്യം കൂടി ആസിഫ് ചൂണ്ടിക്കാണിക്കുന്നത്, താനും ഒരു മനുഷ്യനാണ്, ഈ മനുഷ്യരാണ് എന്നുള്ളത് ഉൾക്കൊണ്ടാൽ മതി എന്നുള്ള വലിയ ചിന്ത കൂടി ആസിഫ് പറയുകയാണ്. താനും ഇത്തരത്തിലല്ല, താനും സങ്കടപ്പെടുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യൻ തന്നെയാണ്. പക്ഷേ ഈ ക്യാമറയ്ക്ക് മുന്നിൽ താൻ അങ്ങനെ ചെയ്യാറില്ല എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. രമേശ് നാരായണൻ ആ നിമിഷത്തിലുണ്ടായ ഒരു മാനസിക പ്രശ്നങ്ങൾ മൂലം അങ്ങനെ പ്രതികരിച്ചു എന്ന് മാത്രമേ കരുതുന്നുള്ളൂ. ഇനിയാണെങ്കിലും രമേശ് നാരായണന് ഒരു പുരസ്കാരം നൽകാൻ ആരെങ്കിലും വിളിച്ചാൽ താൻ അഭിമാനത്തോടു കൂടി അദ്ദേഹം സംസാരിക്കുമെന്നും ഇതിൽ പങ്കെടുക്കുമെന്നും ആസിഫ് അലി വ്യക്തമാക്കുകയാണ്. തന്നെ ആസിഫ് അലി ഇദ്ദേഹം വിളിച്ചിരുന്നു. അദ്ദേഹം ആദ്യം തനിക്ക് മെസ്സേജ് അയച്ചു, മോനെ ഒന്ന് സംസാരിക്കണം, ഒന്ന് കാണണം എന്ന്, മോനെ പ്ലീസ് കോൾ ബാക്ക് എന്ന് പറഞ്ഞു. അതിനുശേഷം വിളിച്ചപ്പോൾ മോനെ എനിക്കൊന്ന് നേരിട്ട് കാണണം എന്ന് പറഞ്ഞു. പക്ഷേ താൻ പനി മൂലം കഴിഞ്ഞ 2 ദിവസമായി ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് വരാനുള്ള സാഹചര്യമില്ല എന്ന മറുപടി കൊടുത്തു. അതായത് വേണമെങ്കിൽ തിരുവനന്തപുരത്ത് പോയി കാണാനും ആസിഫ് അലി തയ്യാറായിരുന്നു എന്നുള്ളതാണ് ആസിഫ് അലിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, രമേശ് നാരായണൻ തിരുവനന്തപുരത്താണുള്ളത്. അദ്ദേഹത്തിനും കൊച്ചിയിലേക്ക് വരാൻ കഴിയുന്ന സാഹചര്യമല്ലായിരുന്നു. അങ്ങനെ തന്നോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ തൊണ്ട ഇടറി. അതായത് അത്ര അധികം ദുഃഖത്തിലായിരുന്നു ഈ രമേശ് നാരായണൻ എന്നാണ് താൻ മനസ്സിലാക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. യഥാർത്ഥത്തിൽ സംഘാടകർക്ക് ബോധപൂർവമല്ലാത്തൊരു പിഴവ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയിൽ പറയുന്നത് പോലെ ഇതിൻ്റെ പ്രധാന ഉത്തരവാദികൾ സംഘാടകരാണ്. പക്ഷെ അത് ബോധപൂർവമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആരെക്കൊണ്ട് അവാർഡ് കൊടുപ്പിക്കണമെന്ന് സംഘാടകർ തീരുമാനിക്കണമെന്നായിരുന്നു. ആസിഫ് അലിയും അത് ഫലത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചതിലടക്കമുള്ള പിഴവ് ഒരു കാരണവശാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ സംഗീത പാരമ്പര്യം തള്ളിക്കളയാൻ കഴിയില്ല. അദ്ദേഹം കഴിവുള്ള കലാകാരനാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ എന്നതും തള്ളിക്കളയാൻ കഴിയാത്ത ഒരു വസ്തുതയാണ്. അപ്പോൾ അതിനെയൊക്കെ മാനിക്കാൻ സംഘാടകർക്ക് അല്പം പിഴവ് പറ്റി. അത് ബോധപൂർവമായ പിഴവല്ല, പലയിടത്തും സംഭവിക്കുന്നതാണ് എന്നുകൂടി ആസിഫ് ചൂണ്ടിക്കാട്ടുകയാണ്. എന്നെ ഇത്രയധികം മലയാളികൾ സ്നേഹിക്കുന്നു എന്നറിഞ്ഞതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഇതിനു മുൻപും രമേശ് നാരായണനോട് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, ഒരു കാര്യമായ സംഭാഷണം പോലും ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ആസിഫ് അലിയുടെ പ്രതികരണം. എത്ര മെച്യൂരിറ്റിയുള്ള, പക്വതയുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തുന്നത് എന്നുള്ളതാണ്. മനുഷ്യനാണ്
എന്ന് രമേശ് നാരായണനെ ആസിഫ് അലി കാണുകയാണ്. മനുഷ്യർക്ക് സംഭവിക്കാവുന്നതാണ് ഇതെല്ലാം എന്നുള്ളതാണ്. ആ നിലയിൽ നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പലപ്പോഴും പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ നമുക്ക് പല പ്രശ്നങ്ങളും ഇല്ലാതായി പോകാം. പക്ഷേ സോഷ്യൽ മീഡിയയിൽ നടന്ന ഹേറ്റ് ക്യാമ്പയിൻ, അതൊരാൾക്കെതിരെയും നടത്തുന്നത്, തനിക്കെതിരായ സന്തോഷം, പിന്തുണ, മറ്റൊരാൾക്കെതിരായ ഹേറ്റ് ക്യാമ്പയിനായി മാറരുത് എന്ന വലിയ സന്ദേശം മലയാളികളെ പഠിപ്പിക്കുകയാണ് ആസിഫ് അലി ചെയ്തത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇന്നലെ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അതിൽ ആസിഫിനെ പിന്തുണയ്ക്കുന്നവർ സ്വാഭാവികമായും പിന്തുണച്ചു. പക്ഷെ മറ്റൊരാളെ വിദ്വേഷത്തിന് പാത്രമാക്കുന്നു എന്നുള്ളതാണ്. അവിടെ മതം വരെ വരുന്നു എന്നുള്ളതാണ് ആസിഫ് അലി ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതൊരു വസ്തുത തന്നെയാണ്. ഇന്നലെ നോക്കൂ, പലരും രമേശ് നാരായണൻ്റെ മതം പ്രശ്നമാകുന്നു, അദ്ദേഹം സംഖ്യയാണെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ സ്മൃതി ഇറാനിയിൽ നിന്ന് ദേശീയ പുരസ്കാരം മേടിക്കാൻ തയ്യാറാകാതിരുന്ന രമേശ് നാരായണനുണ്ട് ചരിത്രത്തിൽ. അത് സംഖ്യകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവിടെ ഒരു പ്രശ്നക്കാരായി മാറുന്നവരെല്ലാം സംഖ്യകളാക്കുന്ന എന്തൊരു നിഗൂഢമായ, എന്തൊരു വൃത്തികെട്ട രാഷ്ട്രീയമാണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ വസ്തുത അഡ്രസ്സ് ചെയ്ത് പറയണ്ടേ? യഥാർത്ഥത്തിൽ ബ്രാഹ്മണ്യത്തിൻ്റെ അഭ്യാസങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നു. എല്ലാത്തരം മനുഷ്യരും ഇത്തരത്തിലൊക്കെ പെരുമാറുന്നുണ്ട്. എല്ലാ ജാതിയിൽപ്പെട്ടവരും എല്ലാ മതത്തിൽപ്പെട്ടവരും ഒക്കെ ഇങ്ങനെയൊക്കെ പല തരത്തിലും കോംപ്ലക്സുകളും മനുഷ്യർക്കിടയിലുണ്ടാകും. അത് ആസിഫ് അലി ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് പ്രധാനം. കാരണം മനുഷ്യനാണ് എന്നുള്ളതാണ്. മനുഷ്യർക്ക് കുറ്റവും കുറവും എല്ലാം നിറഞ്ഞതാണ്. പക്ഷേ അവിടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ, ഇപ്പോൾ CPM സൈബർ ഹാൻഡിലുകൾ എന്ന് വെച്ചാൽ CPM പിന്തുണയ്ക്കുന്ന അടക്കമുള്ള പലരും രമേശ് നാരായണൻ എന്നുള്ളത് മാറ്റി നായർ എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അധിക്ഷേപിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ നായർ മാത്രമാണോ ഇങ്ങനെ ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്പൂതിരി മാത്രമാണോ? അല്ലെങ്കിൽ മറ്റേ ഈഴവൻ മാത്രമാണോ? അല്ലെങ്കിൽ മുസ്ലിമോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയോ മാത്രമോ? ഇങ്ങനെയൊക്കെ അല്പത്തരത്തിലേക്ക് സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നത് യഥാർത്ഥത്തിൽ ഇത്തരം ആളുകളാണ് എന്നുള്ളതാണ്. നമ്മളൊരു കിട്ടിയ അവസരം മുതലാക്കി ഒരു ഹേറ്റ് ക്യാമ്പയിൻ തന്നെ നടത്തുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം മോശമാണ് മലയാളിയുടെ സാഹചര്യം. യഥാർത്ഥത്തിൽ ആസിഫിന് പോലും യഥാർത്ഥത്തിൽ ഫീൽ ചെയ്യാത്തൊരു കാര്യം, ഒരുപക്ഷെ ചില ഫീലിങ്സ് ഉണ്ടായിരിക്കാം ആസിഫിന്, പക്ഷേ അദ്ദേഹം അത് പക്വതയോടുകൂടി ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുമ്പോൾ, അദ്ദേഹം സത്യസന്ധമായ വാക്കുകളിലൂടെ പറയുമ്പോൾ ആസിഫിനെ വിശ്വസിക്കുക എന്നല്ലാതെ മറ്റൊന്നും തരമില്ല. അവിടെ താണുപോയത് യഥാർത്ഥത്തിൽ ഈ ഹേറ്റ് ക്യാമ്പയിനുമായി നടന്നവരാണ് എന്നുകൂടി പറയേണ്ടി വരും. തീർച്ചയായും ആസിഫാണ് ശരി, രമേശ് നാരായണൻ ചെയ്തതിൽ തെറ്റുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുകയാണ് ഞാനും. പക്ഷേ അതിനെ കൈകാര്യം ചെയ്യുകയോ വിമർശിക്കുകയോ ഒക്കെ ചെയ്യേണ്ടത് ഈ നിലയിലല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെയാണ് കുത്തിത്തിരിപ്പുകാർ, പലതരം മതം ഉപയോഗിക്കുന്നവർ, ഇപ്പോൾ ആസിഫിൻ്റെ മതത്തെ പോസിറ്റീവായും മറ്റൊരാളുടെ മതത്തെ നെഗറ്റീവായും, ഇതിപ്പോൾ ഏതാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് മതമാണെങ്കിലും, ഹിന്ദു മുസ്ലിമിനെ പറഞ്ഞാലും മുസ്ലിം ഹിന്ദുവിനെ പറഞ്ഞാലും ആരെ പറഞ്ഞാലും ക്രിസ്ത്യാനിയെ പറഞ്ഞാലും എല്ലാം മതവിദ്വേഷത്തിൻ്റെ കേന്ദ്രങ്ങളായി ഇത്തരം ആളുകൾ മാറുന്നു. അത്തരക്കാരാണ് ഫലത്തിൽ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ തുറന്ന് കാട്ടപ്പെട്ടത് എന്നുള്ളത് കൂടി എടുത്തു പറയുകയാണ്. നിങ്ങളുടെ ഈ വിഷയത്തിൽ അഭിപ്രായം എന്ത് എന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം. നന്ദി.